അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരം ഇല്ലീവിടെ പോർക്കളത്തിലത്രേ, നാം നിൽക്കവേണ്ട പോർപ്പൊരുതു യാത്ര തുടരാം. നിൽക്കും നഗരം ഇല്ലീവിടെ പോർക്കളത്തിലത്രേ, നാം നിൽക്കവേണ്ട പോർപ്പൊരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാടുവിട്ടു വീടു വിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ. നാടുവിട്ടു വീടു വിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്.
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ.
നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച കാണുവാനല്ല എൻ്റെ അർത്ഥനകൾ നിൻവരത്തിനായി. എൻ്റെ പാദമൊന്നു നീ നയിക്കിലെത്രയും, എൻ്റെ മാർഗദീപമേ എനിക്കു തൃപ്തിയായി. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ, ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാൽ എൻ്റെ മാർഗം എൻ്റെ ഇഷ്ടമെന്ന പോലെയായി. നിന്റെ രക്ഷണീയ പാത തേടിടാതെ ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. കർത്താവേ, നിൻ കൃപയാൽ നിത്യവെളിച്ചം ഹൃദരാം നിൻ ദാസരിലായി വീശണമേ നീ. സ്വർഗത്തിൽ നിന്നരികെ ചേർത്തരുളേണം, സർവവിശുദ്ധരുമൊന്നായി സതതം വാഴാം. ജ്ഞാനസ്നാനത്താലിവരങ്ങേതായി, നിന്റെ ശരീരത്താലിവർ പോഷിതരായി. എന്റെ ദാസനെ ആശീർവദിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വലത്തു വലം ഭാഗേ ആകാശവും ഭൂമിയിൽ നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ
നൽകണമേ മൃതനായുസ്സും. അവതാരന്റെ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാദങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുധരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായേ മൃതനാമന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായെന്നുടെ നാഥാവിൻ ഇരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിരില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാനിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. പറുദീസായാൻ കണ്ടൊരു ദിനമൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശനസുഭഗം. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ട് കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രദേശം മരണമടഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ദൈവമേ, നിന്റെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് കരുണ തോന്നണമേ. നിന്റെ തിരുമുൻപിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ നീ ഓർക്കരുതേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ തിരുകുമാരൻ ഗാഗുൽത്തായിൽ തിരുരക്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, മാമോദീസ വഴി നിന്റെ മൗലിക ശരീരത്തിലെ അംഗങ്ങളായ നിന്റെ ദാസനെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. നിന്റെ ദിവ്യ ശരീരം ഭക്ഷിക്കുകയും തിരുരക്തം പാനം ചെയ്യുകയും ചെയ്തവരെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞും അറിയാതെയും നിന്റെ ദാസൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയോസ്ലേമിൽ ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഈ ലോകം വിട്ട് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായിരിക്കുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിപൂർവ്വം പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഈ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ എന്ന് തമ്പുരാനോട് നമുക്കൊന്ന് ചേർന്ന് അപേക്ഷിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയെപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ നിന്റെ തിരുത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും ആകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ പോവുകയും ചെയ്യുന്നു. അത് നിൽക്കുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊള്ളുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ എനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താളെ അർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മമദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരവിൻ അരുളേണം. കർത്താവ് വലിയവന് സ്തുത്യർഹനമാകുന്നു. ആദ്യം പിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. ഭക്തിനു ശരണം നീയല്ലോ. ലോകം രക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുദ്ധാനം വരുമല്ലോ. അത് ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ
വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാന്നോദനമാക്കുന്നു. വാഴ്ത്തിപ്പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയുടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല മരുത്വമലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് ലേഖനം. എന്റെ സഹോദരൻ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആക്കി ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകിയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിഭുജത്നാമാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ദൗത്യം ഭക്തിയോടുകൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തോടും സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സകലവാസവുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചെറിയ മിശിഹായെ, കഴിയുന്നവരുടെ കണ്ണുനീർ തുടങ്ങുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തിരുക്കുന്ന അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു.
ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാമി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാമി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചെല്ലുക മർത്യാമി, എന്തേ കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാമി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സർവ്വം നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാമി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഒട്ടും വൃത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായി വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയായി നമ്മുടെ ഇടപെടലെ വിളിച്ചിട്ടുണ്ട്. അവര് അതിൽ കയറുക, കഴിവത് വേഗം പുറത്തേക്ക് ഇറങ്ങി. നൽകിയ വസതി മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ?
മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വേർപിരിഞ്ഞ് സ്വർഗീയപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായ ടൈറ്റസിന്റെ പ്രിയപ്പെട്ട അമ്മച്ചി സഹോദരങ്ങളെ, ബന്ധുജനങ്ങളെ, കരുണയാൽ നമ്മെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. മൃതസംസ്കാര ശുശ്രൂഷയിൽ നാം ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്.
ദൈവത്തിന്റെ പ്രത്യേകമായ കരുണയുടെ ഭാഗമായിട്ടാണ് നാം എല്ലാവരും ഈ ഭൂമിയിൽ ജന്മമെടുക്കുക. ഈ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഏറ്റവും മനോഹരമായി രൂപപ്പെടുത്തുകയും ഈ പ്രപഞ്ചത്തിന്റെ മകുടമായിട്ട്, ഈ സൃഷ്ടികളുടെ മകുടമായിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയും ചെയ്ത് ഈ സൗഭാഗ്യങ്ങളെല്ലാം അവന് നൽകിയത് ദൈവം നമ്മെ അത്രമാത്രം കരുതലോടെ, കരുണയോടെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ്. രണ്ടാമത്തെ ഭാഗമാണ് നീതിയാൽ മരണവിധേയരാക്കുന്നു. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ്. അത് നിശ്ചയമായ ഒരു വസ്തുതയാണ്. പക്ഷേ അത് എന്നാണ് എന്ന് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജനിച്ചാൽ മരിക്കണം. ഓരോ നിമിഷവും മരണത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വളർച്ച എത്ര കാലത്തേക്ക് എന്ന് നമുക്കറിയില്ല. നമുക്ക് പ്രിയങ്കരനായ ടൈറ്റസ് 46 വർഷം ദൈവം അനുവദിച്ച തന്റെ കാരുണ്യയാൽ നമ്മെ ടൈറ്റസിനെ സൃഷ്ടിച്ച് 46 വത്സരം ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുഗ്രഹം നൽകി. ടൈറ്റസിനെ നീതിയാലായിട്ട് ദൈവം മരണവിധേയനാക്കുകയാണ്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ഘട്ടമാണ് ദയാധിക്യത്താൽ അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു അവസാനമല്ല, ഉയർപ്പിലേക്കുള്ള ഒരു കടന്നുപോകലാണ് മരണം എന്ന് നാം തിരിച്ചറിയുക. അതാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത്. ദൈവത്തിന്റെ പ്രത്യേകമായ ദയ നമ്മുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മെ ഉയർപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ തന്റെ കരുണയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ മരണവും ക്രൈസ്തവ വിശ്വാസത്തിൽ നാം കാണുമ്പോൾ ഈ തലത്തിൽ നിന്നുകൊണ്ട് വേണം കാണുവാനായിട്ട്. മരിക്കുന്നത് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ എല്ലാം അവസാനിച്ച് തീരുകയല്ല, പിന്നെയും നമുക്ക് ഈ ലോകത്തിൽ നൽകിയ സമയം പൂർണ്ണമാക്കി ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ടൈറ്റസിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കിട്ടിയ ദൈവവിശ്വാസത്തിൽ വളരുവാനായിട്ട് സാധിക്കുന്ന രീതിയിലൊക്കെ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് ടൈറ്റസിന് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് സമൂഹവുമായി, പ്രത്യേകിച്ച് തന്റെ പ്രായത്തിലുള്ള ആളുകളുമായി ഏറെ സന്തോഷത്തോടെ ഇടപെടുവാനായിട്ട്, സൗഹൃദം കാത്തുസൂക്ഷിക്കുവാനായിട്ട് ഏറെ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ടൈറ്റസ്. മരിക്കുന്ന രാത്രിയിലും അദ്ദേഹം ഈ പ്രദേശത്തുള്ള വോളിബോൾ ടീമിന്റെ കൂടെ കൂടലൂർ പോയി മത്സരത്തിൽ പങ്കുചേരുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഈ മത്സരത്തിനായിട്ട് കഴിഞ്ഞ 2-3 ആഴ്ചയായി ഈ ടീമിനോട് കൂടെയായിരുന്നുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി അവർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് ഇവരൊക്കെ വളരെ വേദനയോട് പറയുകയുണ്ടായി. അപ്പോൾ ജീവിതത്തിലെ അവസാന നിമിഷം വരെ മറ്റുള്ളവരോടൊത്തായിരുന്നുകൊണ്ട് സന്തോഷിക്കുവാൻ, മറ്റുള്ള വളർച്ചയിലെ തന്റെ ജീവിതത്തിലെ കുറവുകളെയും ബുദ്ധിമുട്ടുകളെയും കഴിവത്തോളം അഞ്ചുവെച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ, അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവരെ വളർത്തുവാനായിട്ട് ടൈറ്റസ് കഴിഞ്ഞു എന്നത് ടൈറ്റസിലുള്ള ഒരു നന്മ, വലിയൊരു നന്മയാണ് നാം തിരിച്ചറിയുക. അതെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ടൈറ്റസ് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ജീവിതത്തിൽ നാം എല്ലാം പൂർണ്ണരായിരിക്കണമെന്നില്ല. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറവുണ്ട്. ആ കുറവിനെ ഓർത്ത് പരിതപിക്കാതെ നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എന്താണോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കുറവിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ, അവരുടെ വളർച്ചയിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്.
അങ്ങനെ നോക്കുമ്പോൾ ടൈറ്റസിന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് മുമ്പിൽ നന്മയുടെ പാതയിലായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കുറവുകളില്ലാത്ത മനുഷ്യന്, അത് ശാരീരികമായിക്കൊള്ളട്ടെ മറ്റേത് തരത്തിലായിക്കൊള്ളട്ടെ, പക്ഷെ കുറവുകൾക്കപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ വളർത്തുവാൻ ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നുണ്ട്. ആ അനുഗ്രഹത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം നാം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം ഇന്നോ നാളെയോ എന്നാൽ നമുക്കറിയില്ല. തിരിച്ച് തമ്പുരാന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് നാം യാത്രയാകേണ്ടവരാണ്. ഓരോ മരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആ വലിയ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ നന്മയുടെ പാതയിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരില്, ബഹുമാനപ്പെട്ട വൈദികന്റെ സിസ്റ്റേഴ്സിന്റെ പേരില്, ടൈറ്റസിന്റെ അമ്മച്ചിയോടും പ്രിയപ്പെട്ട സഹോദരങ്ങളോടുമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും വേദനയും അറിയിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. നമുക്കൊന്നു ചേർന്ന് തുടർന്ന് പ്രാർത്ഥിച്ച് ടൈറ്റസിന്റെ ആത്മാവിനെ ശാന്തി കൊടുക്കുവാനായിട്ട് അപേക്ഷിക്കാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയന്നീശോ മൃതരാമകിലർക്കും ജീവനും അനുഭവ ശരണവും അരുളില്ല. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമിയുടെ നിശികാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും മൃതമുയർക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം ആനന്ദം. പ്രയാസിച്ചു മേഘത്തേതിൽ നാഗനെഴുന്നള്ളും ഹൃദയ വിളിക്കും ജീവനവർക്കേറും. ചെറിയവരും വലിയവരും പ്രിയരെ കരയരുതനിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. മരണവും കൈകളിലല്ലോ എന്നെ നയിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുവാനാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടി ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വാത്സല്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യാറുണ്ട്. പ്രതീക്ഷകളിൽ മരിച്ചവരെ അർപ്പിക്കുകയാണ്. എന്തുകൊണ്ട് നാം ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. വൈദികമായ പരിപാലനയെ നിങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെല്ലാം നിങ്ങളെ മരണത്തിലേയാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ നിന്ന് ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെ ഉന്നതിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അടുത്ത ഗാനം ആരംഭിക്കുമ്പോൾ
ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രദാശകളാൽ എന്റെ ആത്മാവിൽ പാവനം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട ദേവാലയങ്ങളിൽ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷകം നൽകുകയും നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹോദരനെ, നമ്മെ സൃഷ്ടിക്കുകയും അനുഭവയാക്കുകയും മനഃശേഷമേർപ്പിച്ച് അക്ഷയനാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു, എൻ കുറവുകളേതുമേ സഹിച്ചു. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു, എൻ കുറവുകളേതുമേ സഹിച്ചു. വിശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കപ്പിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധനാമോദിസായാലും പരിശുദ്ധവാനിയ പരിപുഷ്ടവും വിശുദ്ധരവിധത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് ജീവിതത്തിന്റെ ആഗമനം വരെ വിശ്രമം നൽകുകയും ഈ കപിടം നീ പവിത്രീകരിക്കുകയാണ്. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വഭാവത്തിൽ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ ദൈവമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിഗണന എന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നവൾ ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർത്തിന്റെ മഹത്വത്തോടുകൂടി ശേഷം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിഷ്ണുദാശകൾ അത്യുന്ന ദൈവത്തിന്റെ നയാശകൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നാള് കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ല വരത്തു വലം ഭാഗേ. ആശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുയരും നൽകുന്നു. പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യശരീരങ്ങൾ ഉദ്ധാരം നീങ്ങുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ. നിൻ കൃപ ഞങ്ങൾക്ക്
വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പാപങ്ങൾ കഴുകിക്കളയണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മത്സ്യർപ്പിക്കുന്നതിന് നാമത്തിന് സ്തുതിയെ പ്രാർത്ഥിക്കാം. സമാധാനം. സജീവവും ജഗദായകമായ ശബ്ദത്താൽ ആ സമയം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപുതർ ദിവസത്തിൽ നിന്റെ ദാസം ടൈറ്റസിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നടത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാന പ്രദേശ മരണമടഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വതന്ത്രത്തെ നാഥനായ ദൈവം അത് നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വകരാജ്യം നൽകി ഓർത്തത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കട്ടെ. നമ്മൾ വേർപെട്ടുപോയ ഋഷികായ മൗലിക ശരീരത്തെ ഈ രംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരം സ്വീകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും ിടട്ടെ ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ.
പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ, കാണാം അവിടെ പ്രിയമോടെന്നെ ഓർത്തിടണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണല്ലോ, ഏറിയാൽ 80 വർഷമുണ്ടാകും. അതിൽ വലിയൊരു ഭാഗം അധ്വാനവും സങ്കടവുമായി കഴിയുന്നു. ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി ഞങ്ങളുടെ ആയുസ്സിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരേണമേ. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കർത്താവേ, അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. കർത്താവേ, പാപങ്ങളെല്ലാം അങ്ങോർത്തിരുന്നാൽ ആർക്ക് നിലനിൽക്കുവാൻ കഴിയും? ദൈവമേ, അങ്ങ് പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്റെ ആത്മാവ് അങ്ങയെ തന്നെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, ഉദാരശീലനും ദാക്ഷിണ്യവാനും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമേൻ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര, വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര.
നിത്യവും നീ. ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ. കർത്താവേ, എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു. നിന്റെ ദൃഷ്ടിയിൽ എന്റെ പ്രവാസമൊന്നുമല്ല. മനുഷ്യജീവിതം നീരാവി പോലെ കടന്നുപോകുന്നു. അവന്റെ അധ്വാനവും വ്യർത്ഥമത്രേ. അവൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു, എന്നാൽ അതാര് കൊണ്ടുപോകുമെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നത് എന്താണ്? എന്റെ പ്രത്യാശ നിന്നിലത്രേ. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ.